ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു shifana'skitchen. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു നമ്പർ കേക്കാണ്. ചോക്ലേറ്റ് കേക്കാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ വേണ്ടി ഉണ്ടാക്കാം. ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഞാൻ 2 ഷീറ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കിയത് എൻ്റെ ഓവൻ്റെ ട്രേയിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് 2 മുറിച്ചിട്ടുണ്ട്. ഞാൻ 2 ഷീറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. 4 എഗ്ഗ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. 1 കപ്പ് മൈദ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ 5 എന്നൊരു ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ്. നമുക്ക് ഏത് അക്കാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ രൂപത്തിലൊന്ന് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ആ ഷീറ്റ് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ നേരെ ആകൃതിയിൽ നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം. ഇനി അതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഞാനിവിടെ 5 എന്ന സംഖ്യയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. ഒരു സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് വെക്കാറാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് റൗണ്ട് ടിപ്പാണ്. സാധാ നമ്മുടെ റൗണ്ട് ടിപ്പാണ്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് മൊത്തത്തിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡിലൂടെ ഒക്കെ നമുക്ക് ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ചെയ്യണത്. അതിന് ഞാൻ സ്റ്റാർ ടിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് ലെയർ വെക്കണം. അത് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വെക്കണം. കാരണം കേക്ക് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ അതിൻ്റെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും. ഇനി അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ഡിസൈനും ഈ കേക്കിൻ്റെ മുകളിലും ചെയ്ത് കൊടുക്കുക. സൈഡിലൂടെ ഈ വർക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ സെൻറ്ററായിട്ട് ഞാൻ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സൈഡിലൂടെ ഒരു യെല്ലോ കളറിലുള്ള വിപ്പിംഗ് ക്രീം ചെറിയ റൗണ്ട് ടിപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട്. പല കളറിലുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ റോസ്, യെല്ലോ, ഗ്രീൻ ഈ കളറിലുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാർ ടിപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ ഡിസൈൻ ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഞാനിതെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നമ്പർ കേക്ക് എല്ലാവരും ഉണ്ടാക്കണം. ഇതേപോലെ ഡിസൈൻ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.